നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇൻസ്റ്റാൾ ആയിട്ട് 1-2 മണിക്കൂർ അത്രേ ആയിട്ടുള്ളൂ. നമ്മൾ സോണി ചൂസ് ചെയ്യും, അതേപോലെ തന്നെ അതിന് തൊട്ട് താഴെ LG ചൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം കൂടെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വാൾ മൗണ്ട് ജസ്റ്റ് ഫിക്സ്ഡ് കൊണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലും കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. OnePlusലെ 50 ഇഞ്ചിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്, യു സീരീസും വൈ സീരീസും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ 2 സ്പീക്കേഴ്സും മറ്റൊന്നിൽ 4 സ്പീക്കേഴ്സും ആണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് കണ്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് എഡ്ജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ സോണി ബ്രാവിയ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടി വി 50 ഇഞ്ചിന്റെ ടി വി ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അത് ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റാളേഷൻ ആൾ വന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം ഞാൻ ഈ വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വാൾ മൗണ്ട് ജസ്റ്റ് ഫിക്സ്ഡ് കൊണ്ട്, അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഇതേപോലെ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലും കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു മൗണ്ടിങ് കൂടെ ചെയ്തു. അപ്പോൾ ഈ ഒരു ടി വി എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളിപ്പം സാധാരണഗതിയിൽ ആരെങ്കിലും ഒരു ടി വി എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ സോണി എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പം നമ്മൾ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻസിനകത്ത് ഫൈനലി നമ്മൾ എന്തുകൊണ്ട് സോണി എടുത്തു എന്നുള്ളതിനെ കുറിച്ച് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ബോക്സിംഗ് ആണ്. இது கம்மியோட வருது, அது மாதிரி நார்மல் ஃபிட்டிங்க. ஓகே, வாட்டர் ஃபிட் பண்ணி டேங்க் பண்ணிட்டாங்க. சப்போஸ் நீங்கள் ஏதாவது உள்ளே இருந்து வயர் எடுக்கணும், அப்போ நீங்கள் டிவி எடுத்துகிட்டு தான் பண்ணணும். ஓகே, சரி. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിന്റെ എന്തായാലും ഇതിന്റെ ഇൻസ്റ്റാളേഷനെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ സ്റ്റിക്കറിങ് എന്തായാലും പറിച്ച് കളഞ്ഞേക്കാം. ഓടിക്കണോ? അപ്പം നമ്മൾ ഈ പറിച്ച സ്റ്റിക്കറിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ അതെന്ന് വെച്ചാൽ തന്നെ ആദ്യം തുടങ്ങാം. അപ്പം ഈ മോഡൽ എന്ന് പറയുന്നത് സോണി ന്യൂ X75K എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സോണീൻ്റെ X14K പ്രോസസ്സറാണ്. അപ്പം ഇത് 50 ഇഞ്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പം എന്തായാലും 50 ഇഞ്ചിനുണ്ടാവും. 50 ഇഞ്ച് എന്ന് പറയുമ്പം എങ്ങനെയാണ് കാൽക്കുലേറ്റ് വെച്ചാൽ ഈ ഒരു കോർണർ തൊട്ട് ഈ ഒരു കോർണർ, അപ്പോൾ ഒരു ഡയഗ്രാമിൽ വരയ്ക്കുന്ന സമയത്ത് എത്രയാണോ അതിൻ്റെ ഡിസ്റ്റൻസ് അത് ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും ടി വിൻ്റെ ഒരു എത്ര ഇഞ്ചാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഗൂഗിൾ ടി വി ആണ്. അപ്പം നമ്മൾ 3-4 ഓപ്ഷൻസ് ഓൾറെഡി മുമ്പ് നോക്കിയിരുന്നു. അപ്പം നോക്കിയതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ. പിന്നെ ഇത് ഡോൾബി ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. ഈ 2 സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഡോൾബി ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പം ഇറങ്ങുന്ന ടി വികളുടെ സോണി മാത്രമാണ് ഡോൾബി ഓഡിയോ കൊടുക്കുന്നത്, ബാക്കി ആരും ഡോൾബി കൊടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത്
ആപ്പിൾ എയർപ്ലേ അതേപോലെ തന്നെ ആപ്പിൾ ഹോം കിറ്റ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റു ടിവികളിൽ വർക്ക് ചെയ്യുമെന്നുള്ളത് എനിക്ക് അത്ര വലിയ ഉറപ്പില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, ഹോട്ട്സ്റ്റാർ അങ്ങനെയുള്ള എല്ലാ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ടിവിയിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതിന്റെ റിമോട്ട് പരിചയപ്പെടാം. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുണ്ട്. സാധാരണ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന OnePlusന്റെ ടി വി ഓൾറെഡി വീട്ടിലുണ്ട്. അതിനൊന്നും ഇത്രയും ലെങ്ത്തില്ല, ഇതിൻ്റെ ഒരു പകുതി കാണുന്നു. പക്ഷെ ഇത് നല്ല ലെങ്ത്തുള്ള റിമോട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ്ലി യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, പ്രൈം എന്നീ ആപ്ലിക്കേഷൻസിലേക്കെല്ലാം ഡയറക്റ്റ് തന്നെ ഈ കീസ് പ്രസ് ചെയ്തിട്ട് നമുക്ക് കയറാവുന്നതാണ്. പിന്നെ നോർമൽ 1 2 3 4 5 നമ്പേഴ്സ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചാനൽ ചേഞ്ച് ചെയ്യാൻ, വോളിയം, അങ്ങനെയുള്ള നോർമൽ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതിനകത്തുള്ളത് ഗൂഗിൾ വോയിസ് കമാൻഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഈ സാധനം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് പറയാമെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെർച്ച് ആയിക്കോളും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ടി വിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പം ഇനി ഇതിനകത്ത് നമ്മളിത് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്ത് OnePlus ടി വി ആയിരുന്നു. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫോൺ OnePlus ആണ്. അപ്പം OnePlus യൂസ് ചെയ്യുന്ന നമ്മളൊരു OnePlusനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് OnePlus ടി വി ബുക്ക് ചെയ്തു. അത് 15 ഇഞ്ചിൻ്റെയാണ് വന്നത്. ആ വന്ന ടി വി അവർ നേരെ വന്നു. ഇൻസ്റ്റാളേഷനും ഡെലിവറി സമയത്ത് തന്നെയാണ് ഇൻസ്റ്റാളേഷനും കൂടെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ വന്ന സാധനം ഡാമേജ് ആയിരുന്നു. ആ സാധനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഡാമേജ് ആയപ്പോൾ നമ്മൾ ഓൾറെഡി ഇനി എന്താ പറയുക OnePlus വേണോ വേണ്ടി വന്നത്. കാരണം അത് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇടയിൽ പറ്റിയ ഡാമേജ് ആണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു OnePlus തന്നെ പോകണോ. കാരണം ലൈക്ക് മാർക്കറ്റ് എന്താണ്, മറ്റ് ബ്രാൻഡ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരെ ക്രോമയിലൂടെ ആദ്യം കയറി ചെന്നത്. ക്രോമയിൽ ചെന്നപ്പം അവിടെ വിളിച്ച് ചോദിച്ചു അവിടെ ടി വി എല്ലാം ഡിസ്പ്ലേ ഉണ്ടോ, കാരണം നമുക്ക് ഇതെല്ലാം ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്ന സമയത്ത് ചോദിച്ചു അത് കാരണം എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു 50 ഇഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ വന്ന ദിവസം അവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അവരുടെ OnePlus, MI അങ്ങനെയുള്ള എല്ലാ തരങ്ങളിലും ഡിസ്പ്ലേ ഉണ്ട്. LG ഉണ്ട്, സാംസങ് ഉണ്ട്, സോണി ഉണ്ട്. അപ്പോൾ അവർ ഒറ്റ കാര്യം ചോദിച്ചോളൂ, നിങ്ങളൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ സോണി ചൂസ് ചെയ്തോ. നിങ്ങൾക്ക് നമ്മളിനി അതിനെക്കുറിച്ച് വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സോണിയുടെ പ്രൈസ് നോക്കി. നമ്മളൊരു 30,000 to 40,000 റേഞ്ചിലുള്ള ടി വിയാണ് ആദ്യം പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു ടി വി ആ ഒരു ബഡ്ജറ്റിൽ എടുക്കാന്നാണ് വിചാരിച്ചത്. അപ്പം OnePlus നോക്കിയ സമയത്ത് ആ റേഞ്ചിലാണ് വരുന്നത്, 50 ഇഞ്ച് തന്നെ. OnePlusലെ 50 ഇഞ്ച് തന്നെ രണ്ടെണ്ണം ഉണ്ട്, U സീരീസും Y സീരീസും. ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നിന് 2 സ്പീക്കേഴ്സും മറ്റൊന്നിന് 4 സ്പീക്കേഴ്സും ആണുള്ളത്. അപ്പം ഔട്ട്പുട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഒന്ന് 20 വാട്ടും മറ്റൊന്ന് 30 വാട്ടും ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. പക്ഷേ ഈ സോണിയിലുള്ളതുപോലെ ഒരു ഡോൾബി ഓഡിയോ സിസ്റ്റം ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും OnePlus ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കിയ സമയത്ത് അവർ കാണിച്ചു തന്നു. കാരണം OnePlus, LG, സോണി ഈ 3 ടി വികളും ഒരേ നമ്മളിങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കാണുന്ന സമയത്ത് അതിന്റെ പിക്ചർ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ്, ഇത് 3 നമ്മൾ 1 by 1 ആയിട്ട് കണ്ടു. അപ്പോൾ കണ്ട സമയത്ത് ഏറ്റവും ബെസ്റ്റ് സോണിയുടെ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പം അത് ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കണം. ഇത് കോസ്റ്റ്ലി ആണ്, അതേപോലെ തന്നെ അതിന്റെ മുകളിൽ അത്രയും ക്വാളിറ്റി ഉണ്ട്. ബട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടി വിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡയറക്റ്റ്ലി OnePlusനെ പോവാം. ബട്ട് OnePlusന്റെ സർവീസും ഒന്നും അവർ പറഞ്ഞത് എനിക്ക് ഡയറക്റ്റ്ലി അറിയില്ല. എന്നാൽ അവർ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ടറി അല്ല. ഈവൻ പാർട്സിനൊക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ബട്ട് സോണിക്ക് അങ്ങനത്തെ യാതൊരു ഇഷ്യൂ ഇല്ല. കാരണം സോണി ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ത്യയിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ടോപ്പിൽ തന്നെ നിൽക്കുന്ന ടി വിയാണ്. ആൻഡ് റേഞ്ചിലും പ്രൈസ് റേഞ്ചിലും ഇതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ സോണി ചൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മൾ OnePlusന്റെ അകത്ത് ലൈക്ക് വന്നൊരു ടി വി ഡിഫക്റ്റും അതേപോലെ തന്നെ നമ്മൾ നോക്കിയ സമയത്ത് ആ ഒരു പിക്ചർ ക്വാളിറ്റിയിലെല്ലാം കുറച്ച് ഡിഫറൻസ് വന്ന സമയത്ത് OnePlus വേണ്ട എന്നുള്ളതിൽ ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ സോണി ചൂസ് ചെയ്യും, അതേപോലെ തന്നെ അതിന് തൊട്ട് താഴെ LG ചൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം കൂടെയായിരുന്നു. LG എന്ന് വെച്ചാൽ വെബ് OS ആണ് LGയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സോണിയിൽ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് OS ആണ്. ഈവൻ OnePlusലെല്ലാം ആൻഡ്രോയിഡ് OS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബട്ട് LG കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എപ്പോഴും ആൻഡ്രോയിഡ് OS ആണ് എന്തുകൊണ്ടും ബെറ്റർ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സോണി തന്നെ ചൂസ് ചെയ്തത്. ഇനി നമുക്കത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, അതേപോലെ തന്നെ യൂട്യൂബ് മ്യൂസിക് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി യൂട്യൂബിന്റെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി അത് യൂട്യൂബിന്റെ പേജിലേക്ക് തന്നെ പോകും. കണ്ടില്ലേ? ഇനി അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ ബട്ടൺ ഒരു സിംഗിൾ ബട്ടണിൽ തന്നെ നമുക്ക് ഇങ്ങനെ, ഇതെല്ലാം ഒരുവിധം എല്ലാ ടി വികളിലും ഉണ്ട്. ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇൻസ്റ്റാൾ ആയിട്ട് 1-2 മണിക്കൂർ അത്രേ ആയിട്ടുള്ളൂ. ഇപ്പം നമ്മളിനി യൂസ് ചെയ്തിട്ട് ഇതിന്റെ മറ്റെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്നുള്ളത്, അതേപോലെ ഇതിന്റെ കുറച്ചുകൂടെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഒരു ടി വി ചൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ആദ്യം നിങ്ങൾ ഒരു ഷോറൂം പോയിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇലക്ട്രോണിക്സ് സ്റ്റോറിൽ പോയിട്ട് എല്ലാതരം ടി വികളും ഒന്ന് മനസ്സിലാക്കി അതിന്റെ പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ.
അപ്പോൾ നമ്മൾ ആദ്യമേ ഏതെങ്കിൽ OnePlus അങ്ങനെ ഡയറക്റ്റ്ലി എടുത്തു പോകാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ ഓൾറെഡി OnePlus യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ആ ഒരു ഫോളോ അപ്പിൽ നമ്മൾ എടുത്തു പോയനെ. ബട്ട് നമ്മളിതെല്ലാം നേരിട്ട് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ സോണിയിലോട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് കണ്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇതേപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിനകത്തോട് അറിയാൻ പറ്റും.